നമസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ചയും യു.എസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്ത പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.22%, S&P 500 0.2%, നാസ്ഡാക്ക് 0.31% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ ഒരു റേറ്റ് കട്ടിന്റെ പ്രതീക്ഷ ഉണ്ട്. ഈ ആഴ്ചയാണ് ഫെഡിന്റെ മീറ്റിംഗ് വരുന്നത്. എല്ലാവരും റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. 86%ഓളം റേറ്റ് കട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ തന്നെ അമേരിക്കയിലെ ഇൻകം ടാക്സിൽ എക്സംഷൻ, ഇൻകം ടാക്സ് കംപ്ലീറ്റ്ലി മാറും. രാജ്യത്തിന്റെ വരുമാനം കൂടിയാൽ എന്ന തരത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് കമന്റ് വരുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അമേരിക്കയിലെ ഇൻഫ്ലേഷൻ പല യൂണിവേഴ്സിറ്റികളിലും പഠനം നടത്തിയതിനു ശേഷം 5 വർഷത്തെ ഇൻഫ്ലേഷൻ കണക്കാക്കുമ്പോൾ അത് അത്ര കൂടുതലാവില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഇത് ഒരുപക്ഷെ റേറ്റ് കട്ട് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായേക്കാം. മറിച്ച് സംഭവിക്കുന്നെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് നടക്കാൻ സാധ്യതയുണ്ട്. ഗോൾഡിലും ഇതുപോലെ തന്നെ പ്രൈസ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡ് കൂടുതൽ ബുളിഷ് ആവാറുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് സെൻട്രൽ ബാങ്ക് വീണ്ടും ഗോൾഡ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് 8.2 GDP വളർച്ച രേഖപ്പെടുത്തിയെങ്കിലും നമ്മുടെ മാർക്കറ്റിന് അത് ആഘോഷിക്കാൻ കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. മാർക്കറ്റിൽ വീണ്ടും സെൽ ഓഫ് തന്നെയാണ് വരുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് റുപ്പി ഇത്ര വീക്ക് ആവുന്നത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിലുള്ള സെല്ലിംഗ് വരുന്നുണ്ട്. കഴിഞ്ഞ 6 ദിവസം കൊണ്ട് വേണ്ട 10,000 കോടി രൂപയ്ക്കകം ഡിസംബർ മാസത്തിൽ അവർ സെല് ചെയ്തിട്ടുണ്ട്. നവംബറിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇത് നടന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ ബയേഴ്സ് ആണ്. അവരെ സംബന്ധിച്ച് SIP വഴിയൊക്കെ കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകളുടെ കൂടുതൽ പണം ഉള്ളതുകൊണ്ട് അവർക്ക് വാങ്ങാതിരിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാങ്കിങ് ഏരിയയിലേക്ക് കൂടുതൽ ലിക്വിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. റിസർവ് ബാങ്ക് ഗവർണർ സൂചിപ്പിച്ചിരുന്നത് ബോണ്ട് പർച്ചേസ് വഴിയൊക്കെ ബാങ്കിങ് മേഖലയിലേക്ക് ലിക്വിഡിറ്റി വരും. എന്നാൽ HDFC ബാങ്ക്, ICICI ബാങ്ക് അതിന്റെ വെയിറ്റേജ് ബാങ്ക് നിഫ്റ്റിന്ന് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് ബാങ്ക് നിഫ്റ്റി അല്പം വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അത് 27% HDFCയുടെ പ്രാതിനിധ്യമായിട്ട് 18% ശതമാനത്തിലേക്ക് കുറയ്ക്കും. ICICI ബാങ്ക് 23 14% കുറയ്ക്കും. ഇത് ഒറ്റയടിക്കല്ല കുറയ്ക്കുന്നത്, ഘട്ടഘട്ടമായിട്ടാണ് കുറയ്ക്കുന്നത്. 2-3% ഏതാണ്ട് മാർച്ച് വരെ ഇത് ഇങ്ങനെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഒരു സെല്ലിംഗ് പ്രഷർ നേരിടും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി റഷ്യൻ പ്രസിഡന്റിന്റെ വിസിറ്റിനെ സംബന്ധിച്ച് അതിന്റെ 16ഓളം സെക്ടറുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ന്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പുടിൻ ഇന്ത്യ സന്ദർശനത്തിൽ 5 ഇയർ എക്കണോമിക് റോഡ് മാപ്പ് അത്തരം കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. 100 ബില്യണിലേക്ക് നമ്മുടെ $1 ബില്യൺ വ്യാപാരം നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. റഷ്യയായിട്ട് കൂടുതൽ അടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഒഫീഷ്യൽസ് ഇന്ത്യയിലേക്ക് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അമേരിക്കൻ അണ്ടർ സെക്രട്ടറി പ്രധാന 5 ദിവസത്തെ ചർച്ചയ്ക്കായിട്ട് ഇന്ത്യയിലുണ്ട്. അതുകൂടാതെ മറ്റൊരു ടീം ബുധനാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ എഗ്രിമെന്റ് തന്നെ സൈൻ ചെയ്യുന്നത് ഡിസംബറിൽ നടക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ICICI പ്രൊഡൻഷ്യൽ IPO ആയിട്ട് വരുന്നു. ജപ്പാന്റെ GDP ഡേറ്റയാണ് ഇന്നുള്ളത്. ബാക്കിയുള്ള ഡേറ്റകളൊന്നും അധികം മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതായിട്ട് ഇല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അത് സ്റ്റോക്കിന്റെ പ്രൈസിലേക്ക് ഇത് വന്നു തുടങ്ങിയിട്ടില്ല. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇപ്പോഴും മൈനസിലാണ്. സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. FICയുടെ പൊസിഷൻ